നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ എന്താണ് നടക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. 10 of Pentacles, ഓക്കെ, ജഡ്ജ്മെൻറ്റ്, ഹെറഫൻറ്റ്, 10 of Swords, 4 of Swords, Hermit, 6 of Pentacles മതി. ബോട്ടം ഓഫ് ദി ഡെക്ക് ഹൈ പ്രീസ്റ്റസ് ആണ് കേട്ടോ. ഇവിടെ അവർ 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇവരുടെ ഫാമിലിക്ക് പ്രൊട്ടക്ഷന് വേണ്ടതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചിലർ അവരുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ഫാമിലി തന്നെയാണ്, പ്രോപ്പർ ഫാമിലി, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഈ കേസിൽ അവിടെ എല്ലാം ഫൈനാൻഷ്യലായിട്ടും അല്ലാതെയുമുള്ള അവരുടെ സെക്യൂരിറ്റി ആയാലും കാര്യങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. മറ്റു ചിലർ ഒരു കേസ് ഒക്കെ ഫേസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു സെപ്പറേഷൻ കേസൊക്കെ ആയിരിക്കാം, കേസ് ബൈ കേസ് എടുത്തോളുക. സെപ്പറേഷൻ കേസ് ഫേസ് ചെയ്യുന്നവരുമുണ്ട്. ഹെയറോഫൻറ്റ് വെച്ചിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ ഐഡിയലായിട്ട്, ഇത് മാരീഡ് കപ്പിൾ തന്നെയാണ്, അവർ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ ഹാപ്പി ആയിട്ടും എല്ലാ കാര്യങ്ങളും നിയമപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കണം. ഇവരും വീട്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ട്രഡീഷൻ പ്രകാരം, റൂൾസ് പ്രകാരം, റിലീജിയൻ്റെ നോംസ് പ്രകാരം അങ്ങനെയെല്ലാം വളരെ സൊസൈറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ പ്രശ്നമൊന്നുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. 10 ഓഫ് സ്പോർട്സ് വെച്ചിട്ട് ചിലരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. അവിടെ അവർ വേദന സഹിച്ച് തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കാണുന്നുണ്ട് കേട്ടോ. സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, ഉറക്കമില്ലായ്മയുണ്ട്. അങ്ങനെ കുറേ പേര് മുന്നോട്ട് പോകുന്നു. വീട്ടിൽ ഇരിക്കുമ്പോഴും, അതായത് തേർഡ് പാർട്ടിയുടെ കൂടെ ഇരിക്കുമ്പോഴും ഇവരൊരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ് ഇരിക്കുന്നത്. എപ്പോഴും തനിയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവാറുണ്ട്. മറ്റ് ചിലർ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വളരെ കറക്റ്റായിട്ട് തന്നെ തേർഡ് പാർട്ടിയോടുള്ള ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നു. അവിടെ ഇമോഷൻസിൻ്റെ പ്രസൻസ് കാണുന്നില്ല, ഓക്കെ, പക്ഷേ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ അവിടെ ഇമോഷൻസും കൂടെ ഇൻവോൾവ് ആണ് കേട്ടോ. നമുക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർ കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് അവരവരുടെ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അവർ കുറച്ച് കൺട്രോളൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് അവരെ പേടിയാണ്. ഇവർ അറിഞ്ഞാൽ പ്രശ്നമാകും, നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഈ തേർഡ് പാർട്ടി അറിഞ്ഞാൽ വളരെ പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെയുള്ള രീതിയിൽ അവർ ഭയപ്പെടുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമുക്ക് ലോങ് വീഡിയോയിൽ കാണാം.